രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട്. രാഹുൽ, ആ പ്രദേശത്തുള്ള ഓരോരുത്തരുടെയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയായിരുന്നു. അതിൽ ആദ്യമേ ആന്റണി എന്ന ബോട്ടുടമ പറയുന്നത് ഇതിപ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോഴും വലിയ അഗ്നിബാധ ഉണ്ടാകും ഉറപ്പാണ്. ഈ സംശയം ഈ രീതിയിൽ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? അതായത് അവരുടെ ഒരു വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതായത് ഏതാണ്ട് 2 വർഷമായി ഇവിടെ ഈ ബോട്ട് ഇടുന്ന സ്ഥലമാണ്. ആ ബോട്ട് ഇടുന്ന സ്ഥലത്ത് അവർ അത്രയും വിശ്വാസത്തിലാണ് ഇടുന്നത്. ഇടുമ്പോൾ എല്ലാ തവണയും ഇത്തരത്തിൽ നാട്ടിലേക്ക് തൊഴിലാളികൾ പോകും. ബോട്ടുടമ പൊഴിയൂർ സ്വദേശിയാണ്, അദ്ദേഹവും നാട്ടിലേക്ക് പോകും. അങ്ങനെ പോകുന്ന ഘട്ടത്തിലൊക്കെ ഇവർ ഈ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യും. അത് ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ ബാറ്ററിയിലുള്ള എല്ലാ ബന്ധങ്ങളും കണക്ഷനുകളും വിച്ഛേദിക്കും. അത്തരത്തിൽ അവിടെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കും, ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അതിൽ ഇന്ധനമുള്ള ഭാഗങ്ങളൊക്കെ പൂർണ്ണമായി പൂട്ടിയിട്ടാണ് പോയതെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനമായ സംശയം ഉന്നയിക്കപ്പെടുന്നത് ഇങ്ങനെ കത്തിപ്പിടിക്കണമെങ്കിൽ മത്സ്യബന്ധനം കഴിഞ്ഞെത്തിയ വള്ളങ്ങളും ബോട്ടുമാണ്. അപ്പോൾ ആ നനവുണ്ടാകും. അപ്പോൾ വലിയ തീയുടെ സാന്നിധ്യം അവിടെ എത്താതെ ഈ അപകടം ഉണ്ടാകില്ല. അപ്പോൾ എന്തായാലും സംശയമുണ്ട്. അപ്പോഴും പറയുന്നുണ്ട് നാട്ടുകാരൊക്കെ ഇപ്പോൾ ഒന്ന് ഒരു തീയുടെ അംശം അത് ഈ പുകവലിച്ച ശേഷമോ അല്ലാതെയൊക്കെ തീയുടെ അംശം ഇങ്ങോട്ടേക്ക് ഇടുന്നത് പോലും ഇവിടെ ഉണ്ടാകാറില്ല. കാരണം അത്രമാത്രം പക്വതയോടുകൂടി പരസ്പരം ഈ വള്ളങ്ങൾ ഇവിടെ ഇടുമ്പോൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അതുകൊണ്ടാണ് വലിയ സംശയം ഉണ്ടാകുന്നത്. സമഗ്രമായ അന്വേഷണം വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ എല്ലാം നഷ്ടമായി എന്ന് പറയുന്നിടത്താണ് അവർ നഷ്ടത്തിലെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ എന്തായാലും പുലർച്ചെ എത്തുന്നത് പോലെയല്ല. ഇപ്പോൾ 7:10 ആകുമ്പോൾ തീ ഏതാണ്ട് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു. ഒപ്പം എന്താണ് നാശത്തിന്റെ വ്യാപ്തി എന്ന് നമുക്ക് അത് വളരെ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വള്ളങ്ങളുടെ പൂർണ്ണമായി കത്തി നശിച്ചു. വെള്ളത്തിലെ മോട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചു. ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. കാരണം അതിനുള്ളിലേക്ക് അത്രമാത്രം തീ പടർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂർണ്ണമായി ഇത് കെടുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തൊട്ടപ്പുറത്ത് ഉള്ള വെള്ളത്തിലാണ് ഇനി ഈ തീ കെടുത്തേണ്ടതായുള്ള പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കുന്നത്. അപ്പോഴും ഇനി കാരണവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആദ്യഘട്ടത്തിൽ എത്തിയവരൊക്കെ പറയുന്നത് സ്വാഭാവികമായി ഈ തീ പിടിക്കുക പാചകം ചെയ്യുമ്പോഴാണ്. പക്ഷേ അങ്ങനെ പാചകം ചെയ്യാൻ ഉള്ള ആളുകൾ ഈ ബോട്ടിലില്ലായിരുന്നു. ജീവനക്കാരെല്ലാം നാട്ടിലേക്ക് പോകുന്ന ആ ഒരു ഘട്ടമായിരുന്നു. അവരൊക്കെ പോയ ശേഷം ഈ ബോട്ടുകൾ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ബോട്ട് ഇടുന്ന പ്രദേശവും സ്ഥലവുമാണ് 2 വർഷമായി ഇടുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർക്കാകട്ടെ ഈ ബോട്ട് ഉടമകൾക്കാകട്ടെ മറ്റാശങ്കകളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ പോയത്. ഇപ്പോൾ വിളിച്ചറിയിച്ചപ്പോഴാണ് ഈ പൊഴിയൂർ സ്വദേശിയൊക്കെ ഇവിടേക്ക് എത്തിയത്. എന്തായാലും നമ്മൾ ഏതാണ്ട് പുലർച്ചെ വന്നപ്പോൾ കണ്ട കാഴ്ചയല്ല ഇപ്പോൾ. കാരണം ഇത്തരത്തിൽ തീനാളങ്ങൾ വളരെ ഉയരത്തിൽ പൊങ്ങുന്ന തരത്തിലേക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുമോ എന്നറിയില്ല. അങ്ങ് ദൂരെ നമുക്ക് ഈ ബൈപ്പാസിന്റെ ഭാഗമായുള്ള പാലം കാണാം. ആ പാലത്തിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു തീഗോളം പോലെ പലയിടങ്ങളിലായി തീ കത്തി നിൽക്കുന്നത് പോലുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ തവണയും ആഴ്ചകൾക്ക് മുൻപും കാവനാട് നിന്ന് അത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതേ കാഴ്ചയാണ് കണ്ടത്. അവിടെയെല്ലാം പ്രതിസന്ധി അനുഭവിച്ചത് അഗ്നിരക്ഷാസേനയാണ്. കാരണം ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് തീ പിടിക്കുമ്പോൾ അവർക്ക് എത്തിപ്പെടുക വലിയ പ്രയാസമാണ്. പല വള്ളങ്ങളിലായി അവർക്ക് എത്തിപ്പെടേണ്ടി വരും. മറ്റൊന്ന്, നല്ല വഴികൾ ഇല്ലായിരുന്നു ഈ ബോട്ട് ഒതുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക്. അവർക്ക് ഈ സാധന സാമഗ്രികൾ എത്തിക്കാൻ പോലും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ 2 ഘട്ടങ്ങളിലും അവർ പ്രവർത്തിച്ചത്. നാട്ടുകാരാണ് ഏറ്റവും ആദ്യം കൂട്ടമായി കെട്ടിയിരുന്ന ബോട്ടുകളെല്ലാം അഴിച്ചു മാറ്റിയത്. അങ്ങനെ അഴിച്ചു മാറ്റിയതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ആ ബോട്ട് ആ വശത്തേക്ക് പോയത്. അങ്ങനെ പല വശത്തേക്ക് മാറിപ്പോയ ബോട്ടുകൾ കാണാം. അപ്പോൾ എന്തായാലും അവസാനഘട്ട ഈ തീ അണയ്ക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് ആഴ്ചകൾക്കുള്ളിൽ ഈ സമാനമായ അപകടം ഉണ്ടാകുമ്പോൾ വലിയ ആശങ്ക ഇവരെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചുണ്ട്. കാരണം കുറേ അധികം നാളുകളൊന്നും ആയില്ല അത്തരത്തിൽ ഈ ബോട്ടുകൾ ഇങ്ങനെ കത്തി തുടങ്ങിയിട്ട്. കാരണം ആ ഒരു ദൃശ്യം, ഈ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. സമാനമായി തന്നെ ഇത്തരത്തിൽ കുരീപ്പുഴ പള്ളിക്ക് സമീപം ഇത്തരത്തിൽ 9 ബോട്ടുകൾ, ആ 9 ബോട്ടുകളുടെ അവസ്ഥ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇനിയൊന്ന് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള വസ്തു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിയുന്നുള്ള സാഹചര്യമല്ല ഉള്ളത് എന്ന് പറയുമ്പോൾ വലിയ ഉപജീവന മാർഗം കൂടിയാണ്. അതാണ് കത്തി അമർന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഒരു വശത്ത് കാണുന്നത്. രാത്രിയോടുകൂടി ഉണ്ടായ വലിയ അഗ്നിബാധയുടെ ദൃശ്യങ്ങൾ കൂടി ഒരു വശത്ത് കാണാം. അപ്പോൾ എത്രത്തോളം വലിയൊരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ ഒരു
പുലർച്ചയോടുകൂടി നമുക്ക് വ്യക്തമായിക്കൊണ്ടേയിരിക്കുകയാണ്. രാഹുൽ ജി നാഥാണ് സംസാരിക്കുന്നത്.